ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ശ്രീ സുരേഷ് ഗോപി ഇവർ 3 പേരുടെയും നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ ആകുലതകൾ ഏത് വിധത്തിലാണ്, എത്രമാത്രം അറിയാം? എനിക്ക് ഏറെക്കുറെ എല്ലാവരുടെയും ആകുലതകൾ അറിയാം. എനിക്കറിയാം. ഞാൻ അവരെ വളരെ അടുത്ത് എപ്പോഴും ഫോൺ ചെയ്യുക, എപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നവരല്ല. ഞാൻ ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത് എല്ലാ ദിവസവും ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അടുത്ത് എല്ലാം സംസാരിക്കുക, അല്ലെങ്കിൽ സുരേഷിൻ്റെ അടുത്ത് എല്ലാ ദിവസവും സംസാരിക്കുന്ന ഒരാൾ. ഞങ്ങൾ അങ്ങനെ ബന്ധങ്ങളില്ല. പക്ഷേ അവരുടെ വികാരങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ വികാരം എന്ത്, എന്നൊക്കെ വളരെയധികം സ്നേഹിക്കുന്നവർ 3 പേരും. അതുപോലെ തന്നെ ഞാൻ അവരെയും ഭയങ്കര സ്നേഹിക്കുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നു അവരുടെ വികാരം. അവരൊന്നും ഇപ്പോൾ ഈ ജനങ്ങളല്ല ഈ പ്രേക്ഷകരോ അല്ലെങ്കിൽ മാധ്യമക്കാർ വരച്ചു കാട്ടുന്ന ഒരു ഫിഗേഴ്സ് അല്ല അവർ. ഒരുപാട് നന്മകളുള്ളവരാണ്. അത് മനസ്സിലാക്കാനായിട്ട് എൻ്റെ അത് മനസ്സിലാക്കിപ്പിക്കലാണ് ഒരു ചുമതല ആസ് എ പ്രസിഡന്റ് ഓഫ് അമ്മ. മോഹൻലാലും മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ ആ മഹത്വം, നന്മകൾ മനസ്സിലായില്ലേ, അത് മനസ്സിലാക്കിപ്പിക്കൽ കൂടിയാണ് അമ്മ എന്ന സംഘടനയുടെ പ്രസിഡൻ്റായി എനിക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു അജണ്ട അതാണ്. അവരെ നമ്മൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ജനങ്ങളെ ഇവരിലേക്ക് അടുപ്പിക്കണം. ഇപ്പോൾ ഒരു അകലമുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. അത് ഇങ്ങനെ നോക്കില്ല, അങ്ങനെ മമ്മൂട്ടി ഭയങ്കര ദേഷ്യക്കാരാണ്. ഒന്നുമല്ല, മമ്മൂട്ടി ദേഷ്യക്കാരനേ അല്ല. ദേഷ്യം കാണിക്കുന്ന ആൾ അഭിനയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇത്രയും സൗമ്യനായിട്ടാണ് നമ്മുടെ ലാല് പറയുന്നത്. അങ്ങനെ ദേഷ്യം വന്നിട്ട് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ശ്രീ മമ്മൂട്ടിയുടെ കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ അദ്ദേഹം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷനുമായിട്ടൊക്കെ സാന്ദ്ര തോമസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ സാന്ദ്ര തോമസ് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് കണ്ടിരുന്നോ? എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് താങ്കളുടെ ഒരു പ്രതികരണം? എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത്. അങ്ങനെ ഓരോരുത്തരും ഓരോ പറയുന്നുണ്ട്. ഇങ്ങനെ മമ്മൂട്ടി മോഹൻലാലും പറഞ്ഞുകൊണ്ടാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്, ഞാൻ പിൻവലിക്കുന്നതും അവരോട് ചോദിച്ചിട്ട് വേണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരിക്കലും അവർ ചെയ്യില്ല. സാന്ദ്ര തോമസിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു? ഞാൻ കണ്ടിരുന്നു. ഒരിക്കലും അവർ ചെയ്യില്ല. അവരൊക്കെ അതിനകത്ത് ഒരുപാട് അകലെയാണ്. നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്ത് നിൽക്കുന്നവരാണ് അവരൊക്കെ. അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? എന്നെ വളരെ ഇഷ്ടമാണ്, എനിക്ക് ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ എനിക്ക് വേണ്ടി അവർ വോട്ട് ചോദിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. അത് അംഗങ്ങൾ തീരുമാനിക്കട്ടെ. ലാൽ എന്താ പറഞ്ഞത്? അമ്മയുടെ അംഗങ്ങൾ തീരുമാനിക്കുന്നതാണ് വോട്ട്. അല്ല ഞാനോ അല്ലെങ്കിൽ മമ്മൂക്കി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആരും വോട്ട് ചെയ്യാൻ പോകരുത്. അതാണ് അവരുടെ നന്മ എന്ന് പറയുന്നത്. അതാണ് അവരുടെ ചങ്കൂറ്റം. കാരണം അവർ നമ്മളിൽ നിന്നും ഒരുപാട് വലിയൊരു സ്ഥാനങ്ങളിലുള്ളവരാണ്. അവർ ഈ ചീപ്പായിട്ട് ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യും കേട്ടോ എന്ന് പറയാനുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ല അവർക്ക് ഒരുപാട് വലിപ്പമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം ഈ കുക്കു പരമേശ്വരനുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ മെമ്മറി കാർഡ് വെച്ച് ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് റെക്കോർഡ് ചെയ്തു. അത് അവരുടെ കൈവശമുണ്ട്, ചിലർ പറയുന്നവരുടെ കൈവശമില്ല. ഇത് വന്നാൽ പ്രതിച്ഛായ ബാധിക്കുമെന്ന് പറയപ്പെടുന്ന നടിമാരുണ്ട്. എന്താണ് ഈ മെമ്മറി കാർഡ് ഇഷ്യൂവിൻ്റെ പിന്നിലത്തെ സത്യാവസ്ഥ? എത്രമാത്രം അറിയാം ആ സംഭവത്തെ പറ്റി? അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇതിനകത്ത് ഈ മെമ്മറി കാർഡ് എന്താണ്, എങ്ങനെയാണ് വെക്കേണ്ടത്, അതിനകത്തുള്ള പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ഇതാണത്. ഈ സംഗതികളൊക്കെ നമ്മൾ ഈ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരും. ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം കൂടി അവർ ഞങ്ങളോട് പറയട്ടെ എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ പരാതികൾ, നിങ്ങളുടെ ഈ മനസ്സിലുള്ള ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓപ്പണായിട്ട് നിങ്ങൾ ഓപ്പണായിട്ട് പറയണ്ട. ഞങ്ങൾ മാത്രം ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയൂ. അതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കി തരാം. ഞാൻ ഒരു പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റി ഒരു സൂചന തന്നെന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും വിളിക്കും. ഈ പരസ്പരം ഓരോ TV ചാനലിൽ പോയിട്ട് ഇരുന്നിട്ട് സംസാരിക്കാതെ അതുകൊണ്ട് ഒരു നേട്ടങ്ങളില്ലല്ലോ. ഈ ശത്രുത കൂടി വരല്ലേ ഉള്ളൂ. ഞാൻ അവരോട് ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിക്കുന്നവരൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ സൈലൻ്റ് ആവും. നിശബ്ദതയാണ് ഏറ്റവും പവർഫുൾ വെപ്പൺ. ഞാൻ എന്തെങ്കിലും കാര്യങ്ങളുടെ മൗനം നടിച്ചെന്നുണ്ടെങ്കിൽ അതിന് മേലെ ഒരു വെപ്പൺ വേറെ ഇല്ല. പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ഇതാണത്. ഈ സംഗതികളൊക്കെ നമ്മൾ ഈ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരും. ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം കൂടി അവർ ഞങ്ങളോട് പറയട്ടെ എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്.
ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ പരാതികൾ, നിങ്ങളുടെ ഈ മനസ്സിലുള്ള ദുഃഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഓപ്പൺ കോൺക്ലേവ്, ഓപ്പണായിട്ട് നിങ്ങൾ ഓപ്പണായിട്ട് പറയണ്ട, ഞങ്ങൾ മാത്രം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങൾ പറയൂ, അതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കി തരാം. ഞാൻ ഒരു പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റി ഒരു സൂചന തന്നെന്ന് മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും വിളിക്കും. ഈ പരസ്പരം ഓരോ TV ചാനലിൽ പോയിട്ട് ഇരുന്നിട്ട് സംസാരിക്കാതെ അതുകൊണ്ട് ഒരു നേട്ടങ്ങളില്ലല്ലോ. ഈ ശത്രുത കൂടി വരെയല്ലേ ഉള്ളൂ. ഞാൻ അവരോട് ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിക്കുന്നവരൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ സൈലൻ്റ് ആവും. നിശബ്ദതയാണ് ഏറ്റവും പവർഫുൾ വെപ്പൺ. ഞാൻ എന്തെങ്കിലും കാര്യങ്ങളുടെ മൗനം നടിച്ചെന്നുണ്ടെങ്കിൽ അതിലും മേലെ ഒരു വെപ്പൺ വേറെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള, ഞാൻ എല്ലാ ആൾക്കാരോടും പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കും തന്നെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നും പ്രതികരിക്കണ്ട, നിങ്ങൾ അടങ്ങുക, ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിയുന്നത് വരെ. കാരണം നിങ്ങൾ ഓരോന്ന് പറയും തോറും ഇതിനെ ഏറ്റവും കൂടി കരയുന്നത് അമ്മ എന്ന സംഘടനയാണ്. അമ്മയുടെ ആ ഒരു പ്രസ്റ്റീജാണ് ഇതിൽ നഷ്ടപ്പെടുന്നത്. ഒരിക്കലും അങ്ങനെ പാടില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നും മിണ്ടണ്ട, ഈ മിണ്ടിയതൊക്കെ മതി, ഇതത് സൈലൻ്റായി ഇനി കുറച്ച് ദിവസങ്ങളും മതിയുള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാമെന്ന്. കാരണം അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പരാതിയും ഈ ഇന്നേ വരെ അമ്മയിൽ ഉണ്ടായിട്ടില്ല. സിൻസിയറായിട്ട് നിഷ്പക്ഷമായിട്ട് നിന്നാൽ, ഒരു പ്രസിഡന്റ് നിഷ്പക്ഷമായിട്ട് നിന്ന് കാര്യങ്ങൾ കേൾക്കുകയും അതിന് സൊല്യൂഷൻ ചെയ്തു കഴിഞ്ഞാൽ മാറ്റാവുന്ന പ്രശ്നങ്ങൾ ഇന്ന് അമ്മയിലുള്ളൂ. ഈ ആളുകൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഉത്തരവാദിത്ത ബോധമുണ്ടല്ലോ, അതിനെപ്പറ്റി സാർ എന്താ വിചാരിക്കുന്നത്? വിനായകൻ നിലവിൽ അമ്മയിൽ അംഗമല്ല, പക്ഷെ വിനായകനെ പോലെ ഒരു നടൻ, യേശുദാസിനെ പോലെ ഒരു കലാകാരനെ അധിക്ഷേപിക്കുക, ചീത്ത വിളിക്കുക, ഇത് കാണുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള പ്രതികരണം എന്തായിരിക്കും? എനിക്ക് അതായത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും ഒരുപാട് പ്രതികരിക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? അത് കാരണം ഇതൊന്നും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? വിനായകൻ എന്ന് പറയുമ്പോൾ നല്ലൊരു നടനാണ് എന്നല്ലാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കേണ്ട കാര്യം നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനത്തെ കാര്യം വരുന്നത് നമ്മളെ അത് കുത്തിപ്പൊക്കുമ്പോൾ ഇത് അവർക്ക് ആവശ്യം എന്താണെന്നറിയും. അവർക്ക് ആവശ്യം ഈ മീഡിയ കുത്തിപ്പൊക്കും, മീഡിയ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതേ, ഈ യേശുദാസിൻ്റെ അടുത്തും അടൂർ ഗോപാലകൃഷ്ണൻ്റെ മുമ്പിലും വിനായകന് നിൽക്കാൻ പറ്റുമോ? അവരൊക്കെ എവിടെ കിടക്കുന്നു? അപ്പോൾ അങ്ങനെ ഒരു വിനായകൻ വന്നിട്ട് എന്തെങ്കിലും ഇവരെ പറ്റി പറഞ്ഞാൽ അത് നമ്മൾ പ്രതികരിച്ചാൽ വിനായകൻ വലിയ ആളാവും. അങ്ങനെ നമ്മൾ ആരെയും വലിയ ആളാക്കരുത് എന്നുള്ള ഒരു സ്വഭാവക്കാരനെ എൻ്റെ സ്വഭാവം. അത് നെഗ്ലക്റ്റ് ചെയ്യുക. അങ്ങനെ പറഞ്ഞു, ഞാൻ കേട്ടില്ലല്ലോ, അങ്ങനെ പറഞ്ഞ് വിടേണ്ടതാണ്. നെഗ്ലക്റ്റ് ചെയ്യുക, അവഗണിച്ചാലുണ്ടല്ലോ പിന്നെ മിണ്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിലോ അവർ തന്നെ അത് നിർത്തിപ്പോയിക്കോളും.